നിങ്ങൾ തമിഴ് ഇത്ര നന്നായി പാടുമ്പോൾ നമ്മൾ വിചാരിക്കും മലയാളത്തിലെ ഏറ്റവും വലിയ മ്യൂസിക് ഡയറക്ടറുടെ മകൻ, ആൾക്ക് മലയാളത്തിൽ മര്യാദയ്ക്ക് പാടാൻ പറ്റുന്നില്ല, പക്ഷെ തമിഴ് ഇത്ര അടിപൊളിയായിട്ട് പാടുന്നു. ഇത് എപ്പോഴെങ്കിലും ഒരു മിസ്മാച്ച് ആയിട്ട് അല്ലെങ്കിൽ എന്താ ഇങ്ങനെയെന്നൊക്കെ ആളുകൾ ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ജനിച്ചത് വളർന്നതൊക്കെ ചെന്നൈയാണ്. ദാറ്റ് ഈസ് വൺ തിങ്, ബട്ട് ദാറ്റ് കനോട്ട് ബി ഗിവൻ ആസ് എ റീസൺ. ഐ നോ ദാറ്റ്. ബട്ട് വീട്ടിൽ ഞങ്ങൾ വന്നിട്ട് തമിഴാണ് സംസാരിച്ച. അത് ഐ ഡോണ്ട് നോ വൈ. അച്ഛനെ അമ്മയെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ മലയാളത്തിൽ സംസാരിക്കും. പക്ഷെ ബിക്കോസ് ഓൾ മൈ ഫ്രണ്ട്സ്, എനിക്ക് ഒത്തിരി എപ്പോഴും ഫ്രണ്ട്സ് ആണ്. സ്കൂൾ സമയത്തിലും കോളേജ് എല്ലാത്തിലും എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ എന്റെ ഫ്രണ്ട്സ് എപ്പോഴും ഐ ഗിവ് പ്രോമിനന്റ്. ആൻഡ് വീട്ടിലും ദേ കൺസിഡർ ദം. സോ അവരോട് സംസാരിക്കുമ്പോൾ ലൈക്ക് ദേ ടോക്ക് ഇൻ തമിഴ്. അങ്ങനെ വന്നിട്ട് ലൈക്ക് കൈൻഡ് ഓഫ് ഇറ്റ് ബിക്കേം ലൈക്ക് ദാറ്റ്. ഞങ്ങളെ കാണുമ്പോൾ പെട്ടെന്ന് എടാ അങ്ങ പോയിട്ട് അതായത് പോയി വാങ്ങിട്ട് വന്നിട്ട് അപ്പോഴേ അമ്മയോട് സംസാരിക്കുമ്പോ ശോഭേ നമുക്ക് അവിടെ പോയിട്ട് അങ്ങനെ ചെയ്യാം. ദാറ്റ് വാസ് സോ മച്ച് ദയർ ആക്ച്വലി. സോ അപ്പോഴും വന്നിട്ട് ഞാൻ ഒരു സിംഗർ ആണോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. സോ ഐ ഡിഡ്ന്റ് ടേക്ക് ഇറ്റ് ലൈക്ക് ഐ ഡിഡ്ന്റ് ഫോക്കസ് ഓൺ ദാറ്റ്. ഓ നമുക്ക് മലയാളം പഠിച്ചേ പറ്റൂ അങ്ങനെ ഒന്നുമില്ല. അതിന്റെ ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്കും തോന്നി. പിന്നെ നമുക്ക് പാടാൻ തുടങ്ങിയപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. നമുക്ക് മലയാളം ആവുമ്പോ നമുക്ക് സംസാരിക്കണം. ഒത്തിരി ലാംഗ്വേജ് ഈസ് ഓൾ അബൌട്ട് ഹൗ മച്ച് യു ടോക്ക്. ഇറ്റ്സ് എ പ്രാക്ടീസ്. അതല്ലേ ലാംഗ്വേജ്. നമുക്ക് കുറച്ച് ഇപ്പം നമ്മൾ മദർ ടങ് ആയാലും നമുക്ക് ഒരു 5 വർഷം 6 വർഷം അത് സംസാരിക്കാതിരുന്ന യു വിൽ സ്റ്റാമ്പർ ലൈക്ക് അറ്റ്ലീസ്റ്റ് ഫോർ ദ ബിഗിനിങ്. കുറച്ച് നമുക്ക് എന്താ ഇത് എവിടെ ഇതൊക്കെ വരുന്നില്ലല്ലോ വായിൽ അങ്ങനെ തോന്നും. ഏത് ലാംഗ്വേജ് ആയാലും ഞാൻ സംസാരിക്കുന്ന തമിഴ് വന്നിട്ട് നോബഡി തിങ്സ് ഐ എം എ മലയാളി. ഇവിടെ ഇൻഡസ്ട്രിയിൽ പോലും ഞാൻ മലയാളി എന്ന് പറഞ്ഞ വാട്ട് മലയാളിയോ അങ്ങനെ കേൾക്കുന്നില്ല. ബിക്കോസ് മലയാളി തമിഴ് സംസാരിക്കുമ്പോൾ അതിന്റെ ഒരു ചെറിയ മലയാളം ഇൻഫ്ലുവൻസ് വിൽ ബി ദ കേട്ടോണ്ട് തമിഴാക്കാൻ മനസ്സിലാവാത്. ഓ മലയാളിയാന്നല്ലേ പറഞ്ഞത്. പക്ഷെ മൈ തമിഴ് ഇസ് പക്ക ലോക്കൽ തമിഴ്. സോ അങ്ങനെ ആവുമ്പോ നമുക്ക് അതൊരു പ്രശ്നം ഇല്ലായിരുന്നു ടിൽ I took music and singing as my career. അങ്ങനെ ആവുമ്പോ അത് ഒരു ഭയങ്കര ഒരു വിഷമമാണ്. ബിക്കോസ് ഐ കുഡന്റ് സിംഗ് ഫോർ മൈ ഡാഡ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ലാംഗ്വേജ്. ബിക്കോസ് എനിക്ക് വന്നൊരു പ്രമദവനമോ അല്ലെങ്കിൽ ഹരിമർ അങ്ങനെ പാട്ടുണ്ടാ. അറ്റ്ലീസ്റ്റ് ഐ കുഡ് ഹാവ് സങ് സം അതർ ഈസി ആൻഡ് നൈസ് സോങ്സ്. എത്ര അച്ഛൻ കമ്പോസ് ചെയ്തിട്ടുണ്ട് സ്ലോ സോങ്സ്. ബട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ലാംഗ്വേജ് ക്രൈറ്റീരിയ ഐ കുഡന്റ് ഈവൻ ട്രൈ ദോസ് കൈൻഡ് ഓഫ് സോങ്സ്. പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ്. ദാറ്റ് ഈസ് ഓൾവേസ് എ ബ്ലാക്ക് മാർക്ക്. ഐ ക്യാൻ നെവർ ഡു ദാറ്റ് അഗൈൻ റൈറ്റ്. അപ്പൊ അച്ഛന്റെ പാട്ട് വന്നിട്ട് അങ്ങനെ പാടാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ അതിലൊരു പാട്ട് പാടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല അത് അച്ഛന്റെ വന്നിട്ട് മലയാളത്തില് ഒറ്റൊരു പാട്ടേ പാടിയിട്ടുള്ളൂ. ഇറ്റ്സ് എ ഫാസ്റ്റ് നമ്പർ. അന്നൊക്കെ ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ് കേട്ടോ. ലൈക്ക് ന്യൂ ആണ്, ഫ്രഷ്. അപ്പൊ നമുക്ക് വന്നിട്ട് ഓക്കെ ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തതാ. എന്റെ ഹൃദയത്തിന്റെ ഉടമ. സോ അതിൽ വന്നിട്ട് പ്രണയം, ഐ തിങ്ക് പ്രണയം വിരിയും അങ്ങനെ ഒരു പാട്ടായിരുന്നു. ഞാൻ അത് കേട്ടിട്ടില്ല കേട്ടോ. എന്തറിയോ നമുക്കത് മതിയായി. അപ്പോഴത് കേട്ടിട്ട് നമ്മൾ പാടിയപ്പോ ഒത്തിരി ഇത് വന്നു. അപ്പൊ ഈ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നും ഇല്ലായിരുന്നു. അപ്പോഴേ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. മാഗസിനിലൊക്കെ വന്നതുപോലെ നവീൻ മാദിന്റെ പാട്ടൊക്കെ കൊള്ളാം, പക്ഷെ അക്ഷരസ്ഫുടത ഒട്ടും ശരിയില്ല, പ്ലീസ് ഡോണ്ട് സ്പോയിൽ ദ സോങ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ എവിടേക്കോ കേട്ട്. അപ്പൊ അത് അങ്ങനെ മാറ്റി വെച്ച് ഓക്കെ നമുക്ക് അത് സെറ്റ് ആവത്തില്ല. പക്ഷെ എന്താ വെച്ചാല് ഞാൻ ഐ നോ ലൈക്ക് പീപ്പിൾ ലവ് ഡാഡ്. ഓക്കെ അച്ഛനെ വന്നിട്ട് അത്ര ആരാധിക്കുന്ന ആൾക്കാരാണ്. അച്ഛന്റെ പാട്ടെടുത്ത് നമ്മൾ എന്ത് ചെയ്താലും അവന് ഒട്ടും അത് അംഗീകരിക്കാൻ ഒക്കാത്ത ഒരു സംഭവമാണ്. അതിൽ കുറച്ച് നമുക്ക് വല്ല പ്രശ്നം വന്നാലും ഇറ്റ്സ് മോർ ദാൻ ലാംഗ്വേജ്. അച്ഛന്റെ അത് രവീന്ദ്രൻ മാഷിന്റെ മകൻ ഈ മലയാളം സംസാരിക്കാൻ പറ്റുന്നില്ല പറയുമ്പോ they couldn't accept it. അതാണ് ഫാക്ട്. ഇപ്പൊ നമുക്ക് എത്രയോ പേര് വന്നിട്ട് കുറച്ച് ശ്രീറാമാവട്ടെ അല്ലെങ്കിൽ ഉദിത് നാരായണാട്ടെ ലൈക്ക് സോ അവരുടെ പാട്ടൊക്കെ എന്ത് ചെല്ലമ്പല്ലിക്കാറ്റൊക്കെ പാടിയിട്ട് ലൈക്ക് ഇറ്റ് വാസ് ബീൻ സെലിബ്രേറ്റഡ് ലൈക്ക്. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ജസ്റ്റ് അലോൺ ദ ലാംഗ്വേജ്. ഇറ്റ് ഈസ് രവീന്ദ്രൻ മാഷിന്റെ മകൻ വന്നിട്ട് ഹൗ ക്യാൻ ഹി ബി വിതൗട്ട് നോയിങ് ദ മലയാളം. അച്ഛനാവുമ്പോ അത്ര സ്ട്രോങ് ആയിരുന്നു മലയാളത്തിൽ വന്നിട്ട്. സോ പീപ്പിൾ കനോട്ട് അക്സെപ്റ്റ് ദാറ്റ്. അതാണ് ദ 100% ഫാക്ട്. I really feel so bad about it because it's my mistake. I should have done that.
But one more thing is like ഞാൻ എപ്പോഴും ഫീൽ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ തെലുഗു I don't know Telugu. I didn't have Telugu friends. I don't know anything about Telugu language. But I sung more than 300 songs in Telugu. For all the big composers, for all the big actors. Chiranjeevi-lirunnu, Mahesh Babu-lirunnu, everybody have sung. Allu Arjun, everybody have sung. Yes. How was that possible? So മനസ്സിലായോ? Like so language is one thing. What the more you talk, as I said, Telugu people also, like lyricists, okay, അവർ പറഞ്ഞ they didn't even have to like correct my dictions. So much it got so fluent for me. Yes. പാടി basic 300 songs is not just a little thing. നമ്മൾ ഒന്നൊന്ന് പാടുമ്പോൾ like എനിക്ക് ഒരു വാക്കിന്റെ അടുത്തിലൊക്കെ പാട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. But you are learning things. ആക്ച്വലി ഡാഡി മമ്മി വീട്ടിലെ പാടിയതിന്റെ തെലുങ്ക് വേർഷൻ അല്ലേ ആദ്യം പാടുന്നത്? അതെ ഡാഡി മമ്മിന്റെ വന്നിട്ട് ആക്കലെസ്തെ ചിരഞ്ജീവി സാറിന്റെ ഭയങ്കര ഹിറ്റാണത്. അതും ആക്കലെസ്തിന്റെ അതും പിന്നെ പോക്രി തെലുഗു, മൈ നെയിം ഇസ് ബില്ലാന്റെ തെലുഗു, ഒത്തിരി ഇതിന്റെ നാനടന്താൽ അതിന്റെ തെലുഗു ഉണ്ട്. അതാണ് പോക്രിന്റെ ബില്ല. നമുക്കപ്പോ ഡാഡി മമ്മി പാടാം. ഡാഡി മമ്മിയിൽ നമുക്ക് ചരണത്തിൽ നിന്ന് തുടങ്ങുന്നത്. ഓക്കെ. ഡാഡി മമ്മിയുടെ പാടുന്നതായിട്ട് ഓർമ്മയിലുള്ള ഒരു മെമ്മറി എന്താ? ഡാഡി മമ്മിന്റെ വന്നിട്ട് ഒന്ന് ലൈക്ക് ഫീമെയിൽ ആര് പാടിയത് അറിയാലോ? മമത മോഹൻദാസ്. യെസ്. ലൈക്ക് ആസ് എ ആക്ടർ ലൈക്ക് നമ്മള് ഒട്ടും പ്രതീക്ഷിക്കത്തില്ല അത്ര ഇതായിട്ട് പാടുന്നത്. പക്ഷെ ഞാനും മമത മോഹൻദാസും വേറെ കന്നഡ സോങ്സ് ഒക്കെ പാടിയിട്ടുണ്ട്. സോ ഈ പാട്ട് വന്നിട്ട് ദേവിശ്രീനെ ഞാൻ ഓൾറെഡി ഫസ്റ്റ് പാടിയത് ദേവിശ്രീനാണ് കേട്ടോ. ഹിറ്റ് പറയുന്നത് ആക്ച്വലി നോക്കിയാൽ ദേവിശ്രീന്റെ സോങ് ആണ്. കോഴി വടക്കോഴി എന്നെ കൊത്തി തിങ്കിരപ്പെടുവാവി, ആ പാട്ടാണ് ഞാൻ ആദ്യം ദേവിശ്രീന് പാടിയത്. ഓക്കെ. അപ്പൊ അത് പോക്കിരിനും മുമ്പേ വന്നത് ആക്ച്വലി. അതെ സംതിങ്. സോ അത് വന്നിട്ട് കുറച്ച് ഹിറ്റായപ്പോ ആൾക്കാരൊക്കെ ഇപ്പൊ നമുക്ക് ഒരു പേര് വരത്തില്ല ഈ പാട്ട് പാടിയ സിംഗർ എന്ന് പറഞ്ഞത്. അപ്പൊ കോഴി നവീൻ അങ്ങനെ വിളിക്കാൻ തുടങ്ങി. ഇവിടെ വേറെ അർത്ഥമുണ്ട് കേരളത്തില് കോഴി നവീൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ എനിക്ക് അവിടെയും കുറച്ച് അറിയാതെ കൊണ്ട് എനിക്ക് എന്റെ അമ്മേ കോഴി നവീന ഇത് പ്രശ്നമാവില്ല നാട്ടിലൊക്കെ ഇങ്ങനെ തുടങ്ങിയ. അപ്പൊ അതൊരു ഒത്തിരി കോഴി നവീൻ കോഴി സ്റ്റേജിലേ വന്നിട്ട് അടുത്തത് പാട വരുന്നത് നമ്മ കോഴിയോടെ കോഴി പാടുന്ന കോഴി നവീൻ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അയ്യോ എന്റെ അമ്മോ ഇതെങ്ങനെ മാറ്റണം പറഞ്ഞപ്പോഴാണ് എനിക്ക് ദൈവത്തിന്റെ ഒരു ഇതില് പോക്കിരി കിട്ടിയത്. പിന്നെ പോക്കിരി നവീനായി. അയ്യോ അതിൽ നിന്ന് ആ രക്ഷ. പക്ഷെ അങ്ങനെയാണ് ദേവിശ്രീ പ്രസാദിന്റെ. ദേവിശ്രീന്ന് ഓൾമോസ്റ്റ് ഐ സങ് മോർ ദാൻ 20-25 സോങ്സ് പാടിയിട്ടുണ്ട്. സോ അങ്ങനെയാണ് ഐ ഗോട്ട് ഡാഡി മമ്മി ആഫ്റ്റർ ദാറ്റ്. ആൻഡ് അത് വന്നിട്ട് മച്ച് ആഫ്റ്റർ പോക്രി അല്ലേ. സോ അങ്ങനെ ഒരു ഇതായിരുന്നു. ഡാഡി മമ്മി ഒന്ന് പാടുമോ? ഹേ അളവാന ഉടമ്പുകാരി അളവില്ല കൊഴുപ്പുകാരി, ஹே அளவான உடம்புக்காரி அளவில்ல கொழுப்புக்காரி இருக்குது வாடி உனக்கு ராத்திரி கச்சேரி, டாடி மம்மி வீட்டில் விளையாடட்டார நானு விளையாடுவோம்டா. ഈ ഇത്രയധികം ഡാൻസ് നമ്പേഴ്സ് പാടിയിട്ടുണ്ടല്ലോ, ആക്ച്വലി നവീൻ ഡാൻസ് ചെയ്യോ? എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഞാൻ സ്കൂളിലൊക്കെ ഡാൻസ് ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതങ്ങനെ ഫോക്കസ് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, ഡാൻസിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഞാൻ പാടുമ്പോഴും ഹി കോൾസ് മീ ജമ്പിങ് ജാക്ക്. ദേവിശ്രീ വന്നിട്ട് ജമ്പിങ് ജാക്ക്. മൈക്ക് ഫോക്കസ് വേണ്ട നമുക്ക്. ആക്ച്വലി പാടുമ്പോൾ നമുക്ക് എസ്പെഷ്യലി സ്റ്റേജിൽ നമുക്ക് ഇങ്ങനെ ആടി പാടാം. പക്ഷെ നമുക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ തറ പോലെ നമുക്ക് അനങ്ങാൻ പാടില്ല. അല്ലെങ്കിൽ ചിലതൊക്കെ വുഡാണ്. വെരി സിമ്പിൾ ആയിട്ട് പറയണെങ്കില് ഞാന് പ്ലേ ബാക്ക് സിംഗറാണ്. ഈ പാട്ടൊക്കെ പാടി പറയുമ്പോൾ അവരുടെ റിയാക്ഷനും നൈസ്, ഓക്കെ ഗുഡ്, ഇത് ആരെ മനസ്സിലായത് രവീന്ദ്ര മാഷിന്റെ മകനാന്ന് പറയുമ്പോ ദ സെയിം രവീന്ദ്ര മാഷിന് ദേ ഗെറ്റ് അപ്പ്, യു നോ. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. നമുക്ക് ആവാം ആക്ച്വലി യു ക്യാൻ, ബട്ട് രവീന്ദ്ര മാഷിന് പറയുമ്പോൾ ലൈക്ക് ദ റെസ്പെക്ട് ദേ ഹാവ്. The respect is what actually the right word, you know, like അച്ഛനെ കാണാതെ ആൾക്കാരാണ് ഇത്ര ആരാധിക്കുന്നത്. See, not even once, or they don't know Ravindra Mash, but they love him so much just because the song, the composition, what he has created.
So that is respect. People couldn't accept if I change anything or something differently I sing. See, for me, I don't listen to the songs actually, because I'll come that different topic. അത് ഞാനൊരു പാട്ട് വന്നിട്ട് കേൾക്കത്തില്ല, ഞാൻ വന്നിട്ട് അത് ഈ സ്ട്രക്ചറായിട്ട് പഠിച്ചിട്ട് പിന്നെ ഇങ്ങനെ പാടും. I have a problem with that, I'll tell you later. But അത് പറ്റില്ല, because there shouldn't be any change. ദാസങ്ങൾ പാടിയത് പോലെ തന്നെ വേണം. സി, ഇത്ര വർഷമായി കേട്ടോ ഞാൻ ശ്രമിച്ചിട്ടേ ഇല്ല അച്ഛൻ്റെ പാട്ട് എവിടെയും, നോട്ട് ഇൻ ഓൺ സ്റ്റേജ് ഓർ നോട്ട് ഇൻ എ സോഷ്യൽ മീഡിയ, എനിവേ ഞാൻ അച്ഛൻ്റെ പാട്ട് പാടത്തേ ഇല്ല. പക്ഷെ ഇപ്പോഴാണ് ഐ തോട്ട് ഓക്കെ ഫൈൻ മാൻ, ഇപ്പോഴും പാടിയില്ലെങ്കിൽ ഞാൻ എപ്പോഴും പാടും പറഞ്ഞിട്ട് ഐ ജസ്റ്റ് സ്റ്റാർട്ട്, ബിക്കോസ് സി ഐ കെയിം ടു എ കൺക്ലൂഷൻ, യു talk whatever you want, let me sing.